ലൈംഗത്തിനോട് ബന്ധപ്പെട്ട കിതാബുകളും മന്ദിരത്തിലുള്ള കിതാബുകളും ആയിനുള്ള കിതാബുകളും ഇതൊക്കെ എന്ന് മാത്രമല്ല ഇൽമുലത് ഭാഷയിലാണെങ്കിലും അതിലൊക്കെ അവരെ ദർസ് കേട്ടാൽ അതിൻ്റെ ഒരു വാദിയാണോ എന്ന് നോക്കുക, അതിനെ നിർമ്മിച്ച അതിന് നിർമ്മാതാവാണോ എന്ന് തോന്നിപ്പോകും. ആ നിൽക്കുന്നതായ ക്ലാസ്സുകളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ പ്രസംഗങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ദുബൈയിലൊക്കെ ചെന്നപ്പോൾ അവിടെ ചെറിയവരായിട്ട് വലിയല്ലേ മൊബൈൽ പ്രസംഗിക്കുന്നത്, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വിശദീകരണം. അപ്പോഴല്ലേ പറഞ്ഞത് കേരളത്തിൻ്റെ മാത്രം കാര്യമല്ല, ലോകത്തെ അങ്ങനത്തെ ആലിമ്യങ്ങളും ആലിമുൽ ആലെന്ന് മഹാനാവുന്ന അവർ അങ്ങനെ പറയാനുള്ള കാരണം നോക്കി. അപ്പൊ അങ്ങനെ ലോക പണ്ഡിതന്മാർ അംഗീകരിച്ച പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു ശിവ. അങ്ങനെ അംഗീകരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുള്ളതായ ആ ഇസ്തിഖാമത്തിന്റെ വിലായത്തിന്റെ സ്വഭാവം കൂടി ബഹുമാനപ്പെട്ടവർക്കുണ്ടായതുകൊണ്ടാണ്. അങ്ങനത്തെ ശേഖന സംസ്കൃതന്മാർ ദീർഘകാലം ഏകദേശം 40 ചില്ലാനം വർഷങ്ങൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇരുന്നുകൊണ്ട്, അഥവാ അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അവരിവിടെ നേതൃത്വം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ സംഘടന അത് അവരുടെ കാലഘട്ടത്തിലും പല പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട് അവർക്ക്. ഇതൊക്കെ മതിയാക്കി വല്ല വള്ളിൻ്റെ മുക്കിൽ പോയിട്ട് തസ്ബീഹാലെത്തി ഇരുന്നാൽ മതിയാന്നൊക്കെ മതിയെന്നൊക്കെ മുമ്പിൽ പറയുന്നു. പക്ഷെ മശായിഖന്മാർ ഏൽപ്പിച്ചതായതുകൊണ്ട് എങ്ങനെ ഇത് ഒഴിവാക്കി പോകാമെന്ന് മുമ്പിൽ. അപ്പൊ അവർ വിശുദ്ധമാവുന്ന ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിച്ചത്. അള്ളാഹു വിശുദ്ധമാവുന്ന ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും അതിന് പറ്റിയ ആളുകൾ അള്ളാഹു നിയോഗിക്കും. ആ സംരക്ഷണമാണ് മുമ്പിലൂടെ ചെയ്തത്. അത് ഇതിന് സംശയം വേണ്ടാന്നുള്ള നിലക്കാണ് മൂപ്പരുടെ അവസാനത്തെ 60ാം വാർഷികത്തിൽ, സംസ്ഥന്റെ 60ാം വാർഷികത്തിലാണ് മൂപ്പർ അവസാനമായി കൊണ്ട് വാർഷികം എന്നുള്ള നിലക്ക് പറഞ്ഞത്. അതിന് ശേഷം മൂപ്പരുണ്ടായി വഫാത്തായിപ്പോയി. ആ 60ാം വാർഷികത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകളും അതിന്റെ കർമ്മങ്ങളൊക്കെയാണ് മൂപ്പരോട് പ്രസംഗിച്ചത്. ഓരോ വിഷയങ്ങളും പറഞ്ഞു, ചിലതിലൊക്കെ ലക്ഷ്യങ്ങളും പറഞ്ഞു. കടപ്പുറത്ത് വെച്ചുകൊണ്ടുണ്ടായ ആ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാണ്. സുന്നത്ത് ജമാഅത്ത് കാരണം എന്തുകൊണ്ട് ഞാൻ ഇന്നേ വരെ പ്രവർത്തിച്ചത് ഈ അഖീദകളോട് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. ഈ അഖീദകളെ സംരക്ഷിക്കപ്പെട്ടാലേ വിശുദ്ധമായ ദീനുകളെ സംരക്ഷിക്കപ്പെടുള്ളൂ. അപ്പൊ വിശുദ്ധമാകുന്ന ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മൂപ്പരുടെ കുട്ടിപ്രായം മുതൽ മൂപ്പര് വഫാത്താകുന്ന വരെയുള്ളതായ ഓരോ നിമിഷങ്ങളും മൂപ്പര് ചെലവഴിച്ചു. അങ്ങനത്തെ വലിയ മഹാനാകുന്ന ശേഖുന സംസ്കൃതമായ അവർ നമുക്ക് ഏൽപ്പിച്ചു തന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പൊ ആര് ഈ സംഘടന ചെറുതാക്കാൻ ശ്രമിച്ചാലും, ആരിതിനെ കൊച്ചാക്കാൻ ശ്രമിച്ചാലും, ഇതിനെതിരിൽ എന്ത് വിമർശനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതൊക്കെ അതറിയിക്കണ അവജ്ഞയോടുകൂടെ നമ്മൾ തള്ളിക്കളയും. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ചാരത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മാനാവുന്ന വഴക്കൽ പുല്ലക്കോയ തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. തങ്ങളാണ് ഈ സംഘടനയ്ക്ക് ഇവിടെ രൂപം നൽകിയത്. അതിന് പിന്നീട് ഏറ്റെടുത്തുകൊണ്ട് ശൈഖുനാ ശംസുൽ ശൈഖുനാ കണ്ണീത്ത് ഉസ്താദൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ അതിനു വേണ്ടി അതിനെ നട്ട് വളർത്തിയിട്ട് വെള്ളവും വളമൊക്കെ നൽകിയത്. പിന്നീട് അതിൻ്റെ ശേഷം നമ്മുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാരൊക്കെ അതിൽ എല്ലാവരും വലിയ വലിയ മഹാന്മാരായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പോഷക സംഘടനകളൊക്കെ നൽകിയത് വലിയ വലിയ മഹാന്മാർ. അവർ ഈ സ്വഭാവത്തിലുള്ളതായ മഹത്വങ്ങളാവുന്ന പണ്ഡിതന്മാരായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു അരമണി തൂക്കം ഇന്നും നമ്മൾ വ്യതിചലിച്ചിട്ടില്ല. അവരാ റൂട്ടിൽ കൂടി മാത്രം ഈ വിശുദ്ധമായ സംഘടനയെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് 100ാം വാർഷികം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ വരുന്ന അടുത്ത 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതിയിൽ കുനിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. അപ്പൊ അതിനു വേണ്ടി നിങ്ങളൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അതിനോട് സഹകരിക്കാം. അതിന് പിന്നെ സാമ്പത്തികമായും സഹകരിക്കണം. വലിയൊരു സാമ്പത്തിക ചെലവ് അതിലേക്കുണ്ടാവും. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ചിലർ നിർവഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പുറമെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സംവിധാനം ചെയ്യുന്ന വിവിധങ്ങളാവുന്ന പദ്ധതികൾ
ആ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഇതിൻ്റെ പണം ഉപയോഗിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലക്കും സഹകരിക്കുക, അതോടൊപ്പം ദുആ ചെയ്യുകയും ചെയ്യുക സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി. ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് ഈ സമയമായപ്പോൾ രാവിലെ ആയപ്പോൾ 38 ലക്ഷം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു അത് വിജയിപ്പിച്ചേർത്ത് അതിനെ വളരെയധികം അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി പിന്നെ എനിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ഖിദ്മത്തുകളെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ സംഘടനയ്ക്ക് എന്നെ എല്ലാവിധ ശത്രുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ഇവിടെ മുബ്തദീകളെ ശത്രുക്കളുണ്ടാവും, മറ്റ് പലരെയും ശത്രുക്കൾ ഒരു സംഘടന ആകുമ്പോൾ അങ്ങനെയാണ്. എനിക്ക് പല ഭാഗത്തുനിന്നും പല തരത്തിലുള്ള ശത്രുക്കളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആനെ കബൂൽ ചെയ്യട്ടെ. അത് 60-ാം വാർഷികത്തിലല്ല, പറഞ്ഞുകൊണ്ട് തെറ്റിയതാണ്. 70-ാം വാർഷികത്തിലാണ് ഷെയ്ഖുല ആ പ്രസംഗം നടത്തിയത്. 70-ന്റെ ശേഷമുള്ള വാർഷികത്തിൽ ഷെയ്ഖുല പിന്നെ പങ്കെടുത്തിട്ടില്ല. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് 70-ാം വാർഷികത്തിലാണ് അവസാനമായും കൊണ്ട് മൂപ്പര് പ്രസംഗിച്ച പ്രസംഗം. അതിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദകൾ ഇത്ബാത്ത് ചെയ്തു, സുന്നത്ത് ജമാഅത്തിൻ്റെ അതിൻ്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അതിൻ്റെ ആചാരങ്ങളെ പറ്റി പറഞ്ഞു, അതിലുള്ള പലതിനിക്കും മൂപ്പര് ലക്ഷ്യങ്ങളും പറഞ്ഞു. എന്നിട്ട് മൂപ്പരെന്നെ എപ്പോഴും ചോദിക്കലുണ്ട് ആ പ്രസംഗത്തിനെ പറ്റി. മൂപ്പര് നല്ല സന്തോഷമുള്ളൊരു പ്രസംഗം എന്നത് അത് എങ്ങനെ ആയിപ്പോയി, ജനങ്ങൾക്ക് അതിനുള്ള പ്രതികരണം എങ്ങനെ. എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ പ്രസംഗത്തിനെ സ്വീകരിച്ചത്. അപ്പോൾ അത് 60-ലല്ല, 60-ൽ നിന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്. അത് 70-ാം വാർഷികത്തിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു. കാരണം എന്തുകൊണ്ടെന്ന് ഒക്കെ അപ്പം തിരിച്ചിരിച്ചേക്ക് പിന്നെ അതിനെപ്പറ്റി കുതിര കയറുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ടാവും, മനസ്സിലായോ? അപ്പം മനുഷ്യർക്ക് നാകുമൊരു പേമൊക്കെ വരുമല്ലോ. അപ്പം വളരെ ശ്രദ്ധിച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 60-ആണോ 70-ആണോ എന്ന് തന്നെ അറിയില്ല മൂപ്പർക്ക്. അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് പിടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഏതായാലും അത് 70-ആയിരുന്നു. അതൊന്നും കൂടിയാണ് ഇട്ട് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കാനുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ